സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല, കരിയറിനും ഉണ്ടാകരുത്. സ്പീഡ് വിങ്സ് ഏവിയേഷൻ അക്കാദമി. നമസ്കാരം, ടാക്ടർസിലേക്ക് സ്വാഗതം. വലിയ നിരാശയിലാണ് ഫുട്ബോൾ ലോകം. ഒരിക്കൽ കൂടി ക്രിസ്ത്യാനോ റൊണാൾഡോ ഓർത്ത് വേദനിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആരാധകർ. കഴിഞ്ഞ ദിവസം പോർച്ചുഗൽ ലോകകപ്പിൽ നിന്നും പ്രീ ക്വാർട്ടറിൽ തന്നെ പുറത്തായിരിക്കുന്നു. മറുഭാഗത്ത് സ്പെയിൻ ക്വാർട്ടറിലേക്ക് മുന്നേറുന്നു. കളിയിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് റൊണാൾഡോ ഇത്തരത്തിലൊരു പുറത്താകലായിരുന്നോ അർഹിച്ചിരുന്നത് എന്നതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. എനിക്കപ്പം ജയേഷ് പൂക്കോട്ടുണ്ട്, ഒപ്പം MS കെയും ചേർന്ന്. ജയേഷ്, ആ ചോദ്യം തന്നെയാണ് പ്രസക്തം. ക്രിസ്ത്യാനോ റൊണാൾഡോ തീർച്ചയായിട്ടും ഒരു ലോകകപ്പ് അർഹത പറ്റിരുന്നു, അദ്ദേഹത്തിന് അർഹിച്ചിരുന്ന കാര്യമാണ്. പക്ഷേ അദ്ദേഹവും മടങ്ങിയിരിക്കുന്നു ഈ ലോകകപ്പിൽ നിന്ന്, നെയ്മർക്ക് പിന്നാലെ. ക്രിസ്ത്യാനോ അർഹിക്കുന്നുണ്ട്, പോർച്ചുഗൽ അർഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതായിരിക്കും അതിന് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഉത്തരം. ജയിക്കണമെന്നുള്ള ത്വര പോർച്ചുഗലിലെ 11 പേരിൽ സബ് ഉൾപ്പെടെയുള്ള താരങ്ങളിൽ വളരെ കുറച്ച് പേർക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇന്നലെ തന്നെ മത്സരം നോക്കൂ. സ്പെയിൻ ഇതൊരു ഹൈ ഇൻറ്റൻസ് മത്സരം വരുന്നു. നമ്മളെല്ലാവരും ഒരു സൂപ്പർ ക്ലാസിക്കോ പോരാട്ടമായിരിക്കും ഇതെന്ന് നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് പറയുന്നു. പക്ഷേ സ്പെയിന് പിന്നെ അവരുടേതായ രീതിയിൽ സ്ലോ ബിൽഡപ്പ് ചെയ്ത് കയറാനുള്ള ശ്രമമാണ് നടത്തിയത്. പ്രത്യേകിച്ച് അവരുടെ ഫുൾ ബാക്കും ഗോളി നല്ല ഫോമിലാണെന്നുള്ളത് കൊണ്ട്. പോർച്ചുഗൽ താരങ്ങളിൽ എത്ര പേര് ഒരു ത്വര കാണിച്ചു ജയിക്കണം എന്നുള്ള, അതിൽ തന്നെ വ്യക്തമായിരുന്നു ആ ടീം എത്രത്തോളം മുന്നോട്ട് പോകണമെന്ന് പൊതുവെ അവരാഗ്രഹിച്ചിരുന്നു. ഒപ്പം തന്നെ ക്രിസ്ത്യാനോയെ ഏത് വിധമാണ് പോർച്ചുഗൽ ടീം ട്രീറ്റ് ചെയ്തെന്നുള്ളത് ത്രൂ ഔട്ട് ഈ വേൾഡ് കപ്പിൽ, അത് കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ അവസാന സമയങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ക്രിസ്ത്യാനോയെ ഒരു ഒറ്റപ്പെടുത്തുന്ന ഒരു കൈൻഡ് ഓഫ് സാധനം ഉണ്ടായിരുന്നു. ഈ വേൾഡ് കപ്പിലേക്ക് എത്തിയപ്പോൾ അത് പൂർണ്ണമായി. ആദ്യത്തെ മത്സരങ്ങളിലൊക്കെ പന്തില്ലാതെ അദ്ദേഹം ഉയർന്ന കാഴ്ച നമ്മൾ ഒരുപാട് കണ്ടു. അദ്ദേഹം പാസിന് വേണ്ടി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷേ സാധാരണങ്ങളാരും കൊടുക്കുന്നില്ല. ചില സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പൊസിഷനിങ് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അദ്ദേഹം ഒരു ഗ്യാപ്പ് ഇത് കാണിക്കണമായിരുന്നു, കുറെ കൂടി ഇറങ്ങി വന്ന് നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നലത്തെ പ്രീ ക്വാർട്ടർ മത്സരം, സ്പെയിനെതിരായ മത്സരത്തിൽ പോലും അദ്ദേഹത്തിലേക്ക് പന്തെത്തുന്നത് വളരെ കുറവാണ്. പക്ഷേ സ്പാനിഷ് ബോക്സിൽ ഏതെങ്കിലും തരത്തിൽ അപകടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്ത്യാനോയുമായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. പ്രത്യേകിച്ച് അദ്ദേഹം ബോക്സിൽ നിന്ന് 2-3 ഷോട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഉനായ് സൈമൺ സേവ് ചെയ്യുന്നുണ്ട്. ഒരു എഫർട്ട് എടുക്കുന്നത് ക്രിസ്ത്യാനോയായിരുന്നു. ക്രിസ്ത്യാനോയെ കൂടാതെ പിന്നെ ന്യൂനോ മെൻഡസ് മാത്രമാണ് അല്പമെങ്കിലും ടീം ജയിക്കണം, ഗോളടിക്കണം എന്നൊരു വാശിയിൽ കയറി കളിക്കുന്നുള്ളത്. ബ്രൂണോയെ നമ്മൾ കാണാനേ ഇല്ല. ബ്രൂണോ ത്രൂ ഔട്ട് ഈ വേൾഡ് കപ്പിൽ, അതായത് പ്രീമിയർ ലീഗിലൊരു റെക്കോർഡ് അസിസ്റ്റ് സീസൺ കഴിഞ്ഞിട്ടാണ് ബ്രൂണോ വരുന്നത് എന്നുള്ളതാണ്. ബ്രൂണോ ഇന്നലെ ഒരു ലോങ് റേഞ്ച് ട്രൈ ചെയ്തു വന്നതിനപ്പുറത്തേക്ക് ഒരു തരത്തിൽ പോലും ഒരു എഫേർട്ട് എടുക്കുന്നില്ല. ഈ വേൾഡ് കപ്പ് ഇങ്ങനെയൊക്കെ പോട്ടെ, അടുത്ത വേൾഡ് കപ്പ് ഞങ്ങളങ്ങ് സെറ്റാക്കാം, ഇയാളങ്ങ് പോട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ കളിച്ചു എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നുള്ളത് പലപ്പോഴും. ഇപ്പോൾ വിറ്റീനിയൊന്നും ഈ വിറ്റീനി അല്ല, ശരിക്ക് ഒറിജിനൽ വിറ്റീനി എവിടെയോ ഉണ്ടെന്ന് മറ്റേ സലീം കുമാർ പറയുന്ന പോലത്തെ ഒറിജിനൽ വിറ്റീനി ഒന്നല്ല. അദ്ദേഹം കളിക്കുന്ന കളി, അദ്ദേഹത്തിൻ്റെ ഒരു ആൻറ്റിസിപ്പേഷൻ നമ്മൾ കൃത്യമായിട്ട് കാണുന്നതാണ്. അദ്ദേഹം നൽകുന്ന പാസുകൾ, അത് ക്ലബിൽ കണ്ട വിറ്റീനിയുടെ നിഴല് പോലും ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ സഹതാരങ്ങൾ തന്നെ ലിറ്ററലി ക്രിസ്ത്യാനോയെ ഒറ്റിയ ഒരു വേൾഡ് കപ്പായിരുന്നു. അദ്ദേഹം വേൾഡ് കപ്പിന് മുമ്പ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുന്നു, ഒരു 6-7 മത്സരങ്ങളുള്ള വേൾഡ് കപ്പ് ജയിക്കുന്നത് അത്ര മഹത്തരമല്ല, വേൾഡ് കപ്പ് എടുക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുണ്ട് നാഷൻസ് ലീഗോ അല്ലെങ്കിൽ യൂറോ കപ്പോ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. അദ്ദേഹം ഈ പുറത്തായപ്പോൾ ഒരുപാട് കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അത് ഒന്ന് ടീം പുറത്തായി എന്നുള്ളത് ഓക്കെ, 2 സഹതാരങ്ങൾ ഒറ്റപ്പെടുത്തി എന്നുള്ളതിൻ്റെ ഒരു വിഷമവും അദ്ദേഹത്തിന് നന്നായിട്ടുണ്ടാവും. കാരണം അദ്ദേഹം ഈ ചിലരൊക്കെ പറയും പോലെ അദ്ദേഹമാണ് പോർച്ചുഗൽ എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിനു മുമ്പ് അവിടെ കരിമ്പലി യൂസെബിയുണ്ട്, ഫിഗോയുണ്ട്, റോയ് കോസ്റ്റയുണ്ട്, ഡെക്കോയുണ്ട്, നാനിയുണ്ട്, അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് അവിടെ അദ്ദേഹത്തിനൊപ്പം തന്നെയുള്ള സമകാലികനായാലും. പക്ഷെ ക്രിസ്ത്യാനോ പോർച്ചുഗലിന് ലോകത്താകമാനം ഉണ്ടാക്കി കൊടുത്തൊരു ഫാൻ ബേസ് ഉണ്ട്, ആ രാജ്യത്തിന് വലിയ രീതിയിൽ ഉണ്ടാക്കി കൊടുത്തൊരു സാധനമുണ്ട്. അതിനപ്പുറത്തേക്ക് ക്രിസ്ത്യാനോ പല കാര്യത്തിലും കാണിച്ച നിലപാടുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കൂ, ഒരു കൊക്കോകോള കുപ്പിയും അദ്ദേഹം മാറ്റിവെച്ചിട്ട് സെക്കൻഡുകൾ കൊണ്ട് കൊക്കോകോളയ്ക്ക് വരുന്ന നഷ്ടം അതിഭീകരമാണ്. വെള്ളം കുടിക്കാനാണ് അദ്ദേഹം എന്നിട്ട് ആഹ്വാനം ചെയ്യുന്നത്, ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഈ ചെറിയ രാജ്യങ്ങൾക്ക്, യുദ്ധം ഏൽക്കേണ്ടി വന്ന ചെറിയ രാജ്യങ്ങൾക്ക് അദ്ദേഹം പലപ്പോഴും തുറന്ന രീതിയിൽ തന്നെ പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്. അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് അദ്ദേഹം വലിയ രീതിയിൽ പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്. അത്തരത്തിൽ
ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇടപെടുന്നൊരു ഒരു മനുഷ്യനാണ്. അപ്പോൾ ഈ വിധമാണോ ക്രിസ്ത്യാനോ പോകേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷേ ആ പോർച്ചുഗൽ ടീം ഒരു കിരീടം ക്രിസ്ത്യാനോയെ മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒന്ന് രണ്ട് താരങ്ങളെ, ന്യൂനമെൻ്റസ് അടക്കമുള്ള ഒന്ന് രണ്ട് താരങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ പോർച്ചുഗൽ ടീം കപ്പ് അർഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഞങ്ങൾക്ക് ജയിക്കണം എന്നുള്ള ഒരു ത്വരയും ഇല്ലാത്ത ടീം, അതായത് ഒന്നോ രണ്ടോ പ്ലേയേഴ്സ് ആണ് അത്തരത്തിൽ ത്വരയില്ലാത്തതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇതൊരു ടീമിലെ ഭൂരിഭാഗം പേരും ഞങ്ങൾക്ക് ജയിക്കണമെന്നൊന്നുമില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ കളിക്കുന്ന ടീം കപ്പടിക്കാക്കുന്നത് തന്നെയാണ് നല്ലത്. MSK, നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ 2 വാദങ്ങളുണ്ട്. ഒന്ന്, ലോകകപ്പ് നേടിയാൽ അവർ ഇതിഹാസ താര പദവിയിലേക്ക് ഉയരുന്നു എക്കാലത്തെയും. രണ്ടാമത്തെ വാദം, ഇതിഹാസമാകാൻ ലോകകിരീടം വേണോ എന്നുള്ളതാണ്. നമുക്കറിയാം, കുറേ താരങ്ങളുടെ പേര് വേണമെങ്കിൽ പെട്ടെന്ന് വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും. സമീപകാലത്താണെങ്കിൽ റോബർട്ടോ ബാജി, അതിന് മാൾഡീനി ഉണ്ട്, അതിന് കുറച്ചുകൂടി പിന്നിലേക്ക് പോവുകയാണെങ്കിൽ സീക്കോ ഉണ്ട്, അതിനും പിന്നിലേക്ക് പോവുകയാണെങ്കിൽ ഡിസ്റ്റഫാനോ ഉണ്ട്, ഫുസ്കാസ് ഉണ്ട്, യോഹാൻ ക്രൈഫ് ഉണ്ട്. ഇങ്ങനെയുള്ള ഇതിഹാസ താരങ്ങൾക്ക് അവർ അടയാളപ്പെടുത്തിയിട്ടുള്ള ഫുട്ബോളിൽ തന്നെ മേൽവിലാസം ചാർത്തി കൊടുത്തിട്ടുള്ള താരങ്ങൾക്ക് ലോക കിരീടം നേടാൻ കഴിഞ്ഞിട്ടില്ല. ഫൈനൽ വരെ എത്തി, ചിലർ അത്ര പോലും എത്തിയിട്ടില്ല. പക്ഷേ റൊണാൾഡോയെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹം ഈ പറഞ്ഞ രീതിയിൽ അദ്ദേഹം ഒറ്റയ്ക്ക് ചുമലിലെത്തിയ ഒരു താരമാണ്. പോർച്ചുഗൽ എന്ന രാജ്യത്തെ അവർക്ക് അവരുടെ ആദ്യ കിരീടം നൽകിയ യൂറോ കിരീടം നൽകുന്നത് തന്നെ അദ്ദേഹമാണ് 2016. അത് രാജ്യത്തിന് വേണ്ടി ഒരു ലോക കിരീടം നേടുക എന്നത് തന്നെയായിരുന്നു അക്കാലത്ത്. ലോകകപ്പ് നേടാൻ സാധ്യതയില്ലാത്ത കൽപ്പിക്കപ്പെട്ട കാലത്ത് അക്കാലത്തൊരു വാദം ഉണ്ടായിരുന്നു, രാജ്യത്തിന് വേണ്ടി ഒരു കിരീടം നൽകിയാൽ ഇതിഹാസ പദവിയിലേക്കാകുമെന്ന്. അത് മെസ്സിക്ക് മുമ്പേ തന്നെ അദ്ദേഹം സാധിച്ച ആളാണ് റൊണാൾഡോ. സത്യത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഈ പട്ടികയിൽ വരുന്ന താരങ്ങളുടെ കൂട്ടത്തിൽ നിർത്തുന്ന റൊണാൾഡോയും അതിനപ്പുറത്തേക്ക് ആഗ്രഹിക്കപ്പെടുന്ന അർഹതപ്പെടുന്ന റൊണാൾഡോയും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ്? അദ്ദേഹം ഇനിയുള്ള കാലം എങ്ങനെയായിരിക്കും വായിക്കപ്പെടുക? ഈ ചോദ്യത്തിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഉത്തരം. കാരണം നിങ്ങൾ ഒരുപാട് താരങ്ങളുടെ പേര് പറഞ്ഞു, യോഹാൻ ക്രൈഫും മറ്റൊക്കെ പേര് പറഞ്ഞു. അവർക്കൊന്നും ലോകകപ്പ് ഇല്ലാതെയും നമ്മളിപ്പോഴും അവരുടെ പേര് പറയുന്നുണ്ട്, അവരെ ഓർക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ക്രിക്കറ്റിലേക്ക് വരികയാണെങ്കിൽ AB ഡി വില്ലിയേഴ്സിന് ഒരു ലോക കിരീടം കിട്ടിയിട്ടില്ല, ജാക്ക് കാലിസിന് ഒരു ലോക കിരീടം കിട്ടിയിട്ടില്ല. അവർക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാർ എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ കരുതുന്നത്. AB ഡി വില്ലിയേഴ്സിനൊക്കെ ഒരു ഇതിഹാസ തുല്യനായിട്ടാണ് കാണുന്നത്. ജാക്ക് കാലിസ് ലോകത്തിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും മികച്ച ക്രിക്കറ്ററാണ്. ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടൊക്കെ ഏറ്റവും നന്നായിട്ട് തിളങ്ങുന്ന ഓൾറൗണ്ടറാണ്. അവർക്ക് ലോക കിരീടം ലഭിച്ചിട്ടില്ല. ഒരു ലോക കിരീടം എന്നുള്ളത് ഒരിക്കലും മഹത്വത്തിൻ്റെ അളവുകോലല്ല. റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം റൊണാൾഡോ മറ്റുള്ള ഈ ഇപ്പം നമ്മൾ കാണുന്ന ലയണൽ മെസ്സി ആവട്ടെ അല്ലെങ്കിൽ നെയ്മർ ആവട്ടെ, അർജന്റീനയെ ഒരിക്കലും അർജന്റീന ഉണ്ടായത് അല്ലെങ്കിൽ അർജന്റീന ടീമിനെ നമ്മൾ ഇത്രയും സ്നേഹിക്കുന്നത് മെസ്സി ഉള്ളത് കൊണ്ട് മാത്രമല്ല. അർജന്റീന ടീം ഉണ്ടായത് പോലും മെസ്സി വന്നതിന് ശേഷമല്ല, നെയ്മർ വന്നതിന് ശേഷമല്ല ബ്രസീൽ ടീമിനെ ഇത്രയും ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഇവിടെ പോർച്ചുഗൽ എന്ന ടീം റൊണാൾഡോ വന്നതിന് ശേഷമാണ്. നമുക്കറിയാം, ഈ ഒരു 2002 മുമ്പുള്ള ലോകകപ്പ്, ആ ലോകകപ്പിൽ ഇപ്പം ആ സമയത്ത് പോലും നമ്മുടെ നാട്ടിൻ പുറത്ത് ഇറ്റലിക്കും അതുപോലെ തന്നെ ബ്രസീലിനും അർജന്റീനക്കും ജർമ്മനിക്കൊക്കെ ഫാൻസ് ഉണ്ട്. പക്ഷേ പോർച്ചുഗൽ എന്ന ടീമിന് ഫാൻസ് ഉണ്ടായത് നമ്മുടെ നാട്ടിലെ ഈ കമ്പോളങ്ങളിലും അതുപോലെ കവലയിലൊക്കെ പോർച്ചുഗലിന്റെ ഫ്ലക്സും പോർച്ചുഗലിന്റെ കൊടിയൊക്കെ നമ്മൾ കാണാൻ തുടങ്ങിയത് റൊണാൾഡോ വന്നതുകൊണ്ട് മാത്രം. നമ്മളെ നാടെന്നല്ല, നിങ്ങളെ നാടെന്ന് പറയേണ്ടി വരും. പോർച്ചുഗൽ ലൂയി ഫിഗോയുടെ ഒക്കെ ഫ്ലക്സ് ഇഷ്ടം പോലെ ഉണ്ട്. ലൂയി ഫിഗോന്റെ അല്ല, ഞാൻ അതിന് മുമ്പുള്ള കാലങ്ങളൊന്നും ആലോചിച്ചു. ലൂയി ഫിഗോന്റെ സമയത്തൊന്നും ഇത്ര ഫാൻ ബേസ് ഉണ്ടായിരുന്നില്ല. അല്ല, വലിയ രീതിയിൽ ലോകത്താകമാനം വലിയ രീതിയിൽ ഉണ്ടാക്കാൻ ക്രിസ്ത്യാനോയ്ക്ക് കഴിഞ്ഞു എന്നുള്ള കാര്യം ഓക്കെയാണ്. എന്നുള്ളത് പറയുന്നത് ശരിയല്ല. അല്ല, കുറച്ച് ഫാൻസ് ഒക്കെ ഉണ്ടായിരിക്കാം. ലൂയി ഫിഗോനെ ഞാൻ ഒരിക്കലും ആ മഹത്വത്തെ താഴ്ത്തി കേട്ടില്ല. പക്ഷേ അതിനുശേഷമാണ്, അതായത് റൊണാൾഡോ വന്നതിന് ശേഷമാണ് ഇദ്ദേഹത്തിന്റെ ഫ്ലക്സിന്റെ കാര്യമല്ല, ഈ പോർച്ചുഗലിന്റെ കൊടി നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ രീതിയിൽ തന്നെ വ്യാപകമായിട്ട് കാണാൻ തുടങ്ങിയത്. ലൂയി ഫിഗോന്റെ മഹത്വം ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ പോർച്ചുഗലിന് അത്രയും വലിയൊരു എക്സ്പോഷർ അല്ലെങ്കിൽ പോർച്ചുഗൽ എന്ന രാജ്യത്തിനെയും നമ്മൾ കൂടുതൽ ഫുട്ബോൾ ഇതിൽ അടയാളപ്പെടുത്തപ്പെട്ടത് ശരിക്കും റൊണാൾഡോ വന്നതിന് ശേഷമാണ്. റൊണാൾഡോ ആണ് ഒരു പടി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോർച്ചുഗൽ എന്ന ടീമിനെ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം ലോകകപ്പ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മഹത്വത്തെ അളക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അദ്ദേഹം ഓൾറെഡി ഒരു ലെജൻഡാണ്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് തന്നെ പറയാൻ കഴിയുന്ന ഒരു താരമാണ്. അത് മാത്രമല്ല, അദ്ദേഹം ലോക ഫുട്ബോളിൽ അദ്ദേഹം നേടിയ അംഗീകാരങ്ങൾ തന്നെ നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമാണ്. 1000 ഗോൾ എന്ന ലക്ഷ്യമിട്ട് അദ്ദേഹം ഇപ്പോഴും മുന്നേറുന്നുണ്ട്. 41-കാരനാണ്. എന്നിട്ടും അദ്ദേഹം ആ ഒരു നിശ്ചയദാർഢ്യം, ഗോളടിക്കുക, കളിക്കുക, ആ ഒരു നിശ്ചയദാർഢ്യം, ഇപ്പം 5 ബാലൻദിയോർ പുരസ്കാരം നേടിയ താരമാണ്. അപ്പം നമ്മളിപ്പം ഈ കഴിഞ്ഞ റൊണാൾഡോ പോർച്ചുഗലിന്റെ ക്യാപ്റ്റനായിട്ട് പോലും 16 വർഷമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇത്രയും പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു കരിയർ അദ്ദേഹത്തിനുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം തൻ്റെ കരിയറിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, തൻ്റെ രാജ്യത്തിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, ഫുട്ബോളിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, അതൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ഇതേപോലെ ഈ ജേഷ് പറഞ്ഞതിന് ഇറക്കും
വിജയതൃഷ്ണയുള്ള കളിക്കാർ പോർച്ചുഗലിൽ കുറവായിരുന്നു. അതായത് ഈ മത്സരത്തിൽ നോക്കുമ്പം നമുക്കറിയാം, ഈ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ നോക്കിയ സ്ഥിതിക്ക് കണ്ട സ്ഥിതിക്ക് സ്പെയിൻ വേഴ്സസ് പോർച്ചുഗൽ എന്നുള്ള കളി വരുന്ന സമയത്ത് സ്പെയിൻ തന്നെയാണ് ശക്തരായിട്ടുള്ള ടീം. സ്പെയിനാണ് ഏറ്റവും മികച്ച കളി കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ കാഴ്ചവെച്ചത്. സ്പെയിൻ്റെ ഗോൾ പോസ്റ്റിൽ ഒരു ഗോൾ പോലും ആരും അടിച്ചിട്ടില്ല. അതെ, അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ സ്പെയിൻ തന്നെയാണ്. പക്ഷേ മത്സരത്തിൽ നോക്കുമ്പോൾ ടൈറ്റ് മത്സരം തന്നെയായിരുന്നു. പോർച്ചുഗലും ഒരു തുടക്കത്തിൽ സ്പെയിൻ നല്ല അറ്റാക്ക് കാഴ്ചവെച്ച സമയത്തൊക്കെയും പോർച്ചുഗൽ സെക്കൻഡ് ഹാഫിലൊക്കെ നല്ല കൗണ്ടർ അറ്റാക്ക് കാഴ്ചവെച്ചിരുന്നു. എങ്കിലും ഗോൾ മാത്രം അകന്നു നിന്ന ഒരു കാഴ്ചയായിരുന്നു. ചില ഗോളുകൾ റൊണാൾഡോയുടെ ഒരു കിക്കൊക്കെ പിന്നെ ഗോൾ ആവേണ്ടതായിരുന്നു. 1-2 അദ്ദേഹത്തിന് കുറഞ്ഞ സമയം മാത്രമേ അദ്ദേഹത്തിൻ്റെ കാലിൽ പന്തുണ്ടായിരുന്നെങ്കിലും 2 ഓൺ ടാർഗറ്റ് ഷോട്ടുകളായിരുന്നു. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ടീമിൽ മറ്റുള്ളവരുടെ പെർഫോമൻസ് കൂടി നമ്മൾ റൊണാൾഡോയിൽ മാത്രം പിന്നെ ചർച്ച ഇതായി, റൊണാൾഡോ മോശമായി, റൊണാൾഡോ പോരാ, റൊണാൾഡോ 41-കാരൻ, അദ്ദേഹത്തിന് എന്തിനാണ് ഇങ്ങനെ കളിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചകളുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയുള്ള ചർച്ചകളുണ്ടാവും. പക്ഷെ അതിൽ മാത്രമല്ല ഫോക്കസ് ടീമിലെ മറ്റുള്ളവരൊക്കെയും എന്തു ചെയ്തു എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ഫൗള് പോലും, ആ ഗോളിലേക്ക് വന്ന ഫൗള് പോലും അത്രത്തോളം ഫൗളിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നു. ഈ കളിയെപ്പറ്റി പറയുമ്പോഴേ ഒരു ഘട്ടത്തിൽ നമുക്കറിയാം, തുടക്കത്തിൽ ഇരു ടീമുകളും പ്രതിരോധിച്ച് തന്നെയാണ് കളിച്ചത്. അത് ഒരുപക്ഷെ പ്രീ ക്വാർട്ടർ ആ ലൈനപ്പ് തന്നെ എതിരാളിയെ അറിഞ്ഞ് കളിച്ചത് തന്നെ ആയിരിക്കും. പക്ഷേ തുടക്കത്തിൽ സ്പെയിന് നല്ല ചാൻസ് ഉണ്ട്. പക്ഷേ ഷോട്ടുകൾ എടുക്കുമ്പോൾ സ്പെയിൻ 15 ഷോട്ടും പോർച്ചുഗൽ 10 ഷോട്ടും എടുത്തു. അതിൽ 6 സ്പെയിൻ ലക്ഷ്യത്തിലേക്ക്, മറ്റൊരു 3 ഗോൾ കീപ്പറുടെ സേവുകളാണ് അതിൽ ഏറ്റവും എടുത്തു പറയുന്നത്. 5 സേവുകൾ ഡെക്കോസ്റ്റ നടത്തിയിട്ടുണ്ട്. അതാണ് പോർച്ചുഗലിനെ ഇന്നലെ പിടിച്ചിരുത്തിയ 90-ാം മിനിറ്റ് വരെ. പക്ഷേ അദ്ദേഹം പിഴച്ചു പോയത് പ്രതിരോധത്തിൻ്റെ പിഴവ് കൊണ്ട് മാത്രമാണ്. അവസാന നിമിഷം 91-ാം മിനിറ്റിൽ പകരക്കാരായി ഇറങ്ങിയ 2 താരങ്ങളുടെ കൂട്ടായ്മയിൽ മൊറീനോയുടെ ഗോൾ വരുന്നു, ഫ്രാൻ ടോറസിൻ്റെ പാസിൽ നിന്നും. ഇന്നലെ 2 പരിശീലകരുടെ സമീപനം എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുക? മാർട്ടിനസ് അദ്ദേഹം രാജിവെച്ചു, ഈ തോൽവിയോടുകൂടി രാജിവെച്ചു. മറുഭാഗത്ത് ലാഫിവൻ്റെ 2 നീക്കങ്ങൾ, ഈ നേരത്തെ പറഞ്ഞ പകരക്കാരുടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നു, അത് ഫലം കാണുന്നു. പക്ഷേ ഈ പ്രീ ക്വാർട്ടറിനെ എന്നെ സംബന്ധിച്ച് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവസാന നിമിഷങ്ങളിലെ ഗോളുകളാണ്. അത് ടീമുകൾ കളിച്ച് വിജയമുറപ്പിച്ച് നിൽക്കുന്ന ഘട്ടത്തിലും ഗോൾ വരുന്നുണ്ട്. അതല്ല, അപ്രതീക്ഷിതമായിട്ട് എക്സ്ട്രാ ടൈമിലേക്ക് പോകാം എന്ന് തീരുമാനിക്കുന്നിടത്തും വഴിത്തിരിപ്പാവുന്ന ഗോളുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് അവിടെ പിഴയ്ക്കുന്നത് എവിടെയാണ് ഈ ടീമുകളെ സംബന്ധിച്ച്? അവസാന നിമിഷങ്ങളിലെ ഗോളുകൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് പന്ത് ക്ലിയർ ചെയ്യേണ്ടത്? ആ അവസാന 5-10 മിനിറ്റ് എങ്ങനെയാണ് ടീമുകൾ കളിക്കേണ്ടത് ശരിക്കും ലോകകപ്പ് പോലൊരു വേദിയിൽ, അല്ലെങ്കിൽ ഏത് മത്സരത്തിലായാലും? ഒന്ന്, കോച്ചുമാരുടെ കാര്യം പറഞ്ഞപ്പോൾ ധൈര്യമുള്ള കോച്ചും ധൈര്യമില്ലാത്ത കോച്ചും, ഇന്നലത്തെ മത്സരം അതായിരുന്നു. ഒന്ന്, ഈ മാച്ച് പ്രധാനമായിട്ടും 2 ടീമുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യുന്നുള്ളതാണ്. കാരണം ഒരു നാഷണൽസ് ലീഗ് ഫൈനൽ കളിച്ച അതേ ടീമുകൾ തന്നെയാണ് വീണ്ടും വരുന്നത്. സ്വാഭാവികമായിട്ടും ആർക്കും ആരെയും തോൽപ്പിക്കാം. അതിൽ തന്നെ ഷൂട്ടൗട്ടിലായിരുന്നു അന്നത്തെ മത്സരം ഉണ്ടായിരുന്നത്. ആർക്കും ആരെയും തോൽപ്പിക്കാമെന്ന് കൃത്യമായിട്ട് 2 ടീമിനും നന്നായിട്ട് അറിയാം. അതനുസരിച്ചുള്ള രീതിയിൽ തന്ത്രങ്ങൾ ചെയ്തു. പോർച്ചുഗൽ കുറേ കൂടി ഡിഫൻസായി നിന്നു. വലിയ അപകടം ഒഴിവാക്കിക്കൊണ്ട്, അതായത് കിട്ടുമ്പോൾ അങ്ങ് മുന്നോട്ട് വരിക, തിരിച്ചു പോവുക എന്നുള്ള രീതിയിൽ മാത്രമാണ് കളിക്കുന്നത്. വലിയ രീതിയിലുള്ളൊരു ത്രൂ ഔട്ട് അറ്റാക്കിന് 2 ടീമും മുതിരുന്നുണ്ടായിരുന്നില്ല തുടക്കത്തിൽ. ഇപ്പോൾ നമ്മൾ ഏറ്റവും നല്ല മാച്ചാവെന്ന് കരുതിയ മാച്ചായിരുന്നു ഈ ലോകകപ്പിലെ ഏറ്റവും മോശം മത്സരങ്ങളിലൊന്ന്, ഈ സ്റ്റാറ്റ് വൈസും കാഴ്ചകൾ കൊണ്ടും. മാത്രമല്ല, നമ്മളിപ്പോൾ കഴിഞ്ഞൊരു 3-4 ദിവസമായിട്ട് കാണുന്നതെല്ലാം ഹൈ ഇൻറ്റൻസിറ്റി മാച്ചുകളാണ്. അപ്പോൾ ചെറിയ ടീമോ വലിയ ടീമൊന്നുമില്ല. പക്ഷേ ഇത് 2 സൂപ്പർ ടീമുകൾ വന്നപ്പോൾ വളരെ ഒരു സ്ലോ ബിൽഡപ്പ് ചെയ്ത് വളരെ പതുക്കെ സെക്കൻഡ് ഹാഫിൽ ആ പേസ് വന്നിട്ടുണ്ട്. സ്പെയിനാണ് കുറെ കൂടി ആൻറ്റിസിപ്പേഷൻ കാണിച്ചത്. അതിനുള്ള ഗുണം അവർക്ക് കിട്ടുകയും ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിയോഗോ കോസ്റ്റയുടെ സേവുകൾ, അപ്രതീക്ഷിത സേവുകൾ ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും സ്പെയിനിന് 3 ഗോൾ മാർജിനിലെങ്കിലും ജയിക്കേണ്ട മത്സരം തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു ഡബിൾ സേവ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്, യമാലിൻ്റെ ഉൾപ്പെടെ. ഗംഭീരമായ സേവുകളായിരുന്നു അത്. 2 സൈഡിലേക്ക്. അതെ, 2 സൈഡിലേക്ക് ചാടിയിട്ടുള്ള ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ യമാല് ഏത് വിധമായിരിക്കും അവിടെ പോർച്ചുഗൽ ബോക്സിൽ അപകടം ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളെല്ലാവരും വലിയ രീതിയിൽ പ്രതീക്ഷയോടെ കാത്തിരുന്നത്. പക്ഷേ യമാലിനെ ന്യൂനോ മെൻഡസ് ഒരു പരിധിവരെ കൃത്യമായിട്ട് പൂട്ടി. ഒരു തരത്തിൽ പോലും യമാലിനൊരു സ്റ്റെപ്പ് ഓവർ ചെയ്ത് കളിക്കാനുള്ളൊരു അവസരമൊന്നും കൊടുക്കാതെ കൃത്യമായിട്ട് പൂട്ടി എന്നുള്ളതാണ്. പക്ഷേ അതേ ന്യൂനോ മെൻഡസിനെ പരിക്കേൽപ്പിച്ചുകൊണ്ട് പുറത്താക്കാൻ യമാലിന് കഴിഞ്ഞുള്ളൂ. യമാല് വൈഡായിട്ട് ഓടി, പല രീതിയിൽ ഓടിയും യമാലിൻ്റെ ഒപ്പം ഓടി പിടിച്ചേക്കാൻ പറ്റാതെ അദ്ദേഹത്തിന് പേശിവലി വന്നിട്ടാണ് അദ്ദേഹം പുറത്താവുന്നത്. ചവിട്ടിയിട്ടോ കുത്തിയിട്ടോ ഒന്നുമല്ല ഇഞ്ചുറി വരുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അതിനുശേഷമാണ് ആ വിങ്ങിലൂടെ കുറെ കൂടി വലിയ രീതിയിൽ സ്പെയിന് അറ്റാക്ക് ചെയ്യാൻ നടത്തിയത്. അദ്ദേഹം 60 മിനിറ്റ് ആയപ്പോഴേക്ക് പോകുന്നുണ്ട് ന്യൂനോ മെൻഡസ്. അതിനുശേഷം ആ വിങ്ങിലൂടെ നന്നായിട്ട് സ്പെയിൻ കളിക്കാൻ ശ്രമിക്കുന്നുണ്ട്.
ഒപ്പം ഇന്ന് സ്പെയിന് കുറെ കൂടി നേരത്തെ ഗോൾ നേടുമായിരുന്നു. ഒയർസബാലിൽ അത്ര ഒരു ടച്ചിലായിരുന്നില്ല എന്നുള്ളതാണ് തുടക്കത്തിൽ കിട്ടിയ ഒരു സുവർണ അവസരം. ഗോളി മാത്രമുള്ള ഒരു അവസരം ഒരു ഫേക്ക് നടത്തി അടിച്ചാൽ ഗോളാവുമായിരുന്ന മത്സരം അദ്ദേഹം പുറത്തേക്കാണ്. അതെ എൻട്രിക്കോ ഇതേമാതിരി ചാൻസാണ് കളഞ്ഞത്. ഒപ്പം തന്നെ ആ ഗോള് വന്നത് ശരിക്കും പോർച്ചുഗൽ ഡിഫൻസിന്റെ ഒരു പിഴവ് നിന്നായിരുന്നു. അത് ഒന്ന് ലാഫുവിന്റെ നടത്തിയ 2 നല്ല പരിശീലനം. അതാ ഞാൻ പറഞ്ഞത്, ധൈര്യമുള്ള പരിശീലനം, ധൈര്യമില്ലാത്ത പരിശീലകനും. കഴിഞ്ഞ മത്സരത്തിൽ ഗോളടിച്ച പോർച്ചുഗലിന്റെ ഒരു ഇപ്പോഴത്തെ ജനറേഷനിലെ പെർഫെക്റ്റ് നമ്പർ 9 എന്ന് പറയുന്ന ഗോൺസാലോ റാമോസിനെ ഇറക്കിയിട്ടില്ല. ക്രിസ്ത്യാനോയെ മുഴുവൻ സമയം കളിപ്പിച്ചു. ക്രിസ്ത്യാനോയെ വലിപ്പിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവിടെ ഒരു പരീക്ഷണം നടത്താമായിരുന്നു. പരീക്ഷണത്തിന് മുതലായിരുന്നു. നോക്കൗട്ട് മത്സരമല്ലേ. അപ്പോൾ മുഴുവൻ സമയം ക്രിസ്ത്യാനോയെ കളിപ്പിച്ചു. ഗോൺസാലോ റാമോസിനെ ഇറക്കിയതും ഇല്ല എന്നുള്ളത് ശ്രദ്ധിക്കണമായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു 75 മിനിറ്റിന് ശേഷം ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്ട്രാ ടൈമിലേക്ക് പോവാതെ തടയാനുള്ളൊരു ശ്രമമാണ് നടത്തുമായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗോൺസാലോ റാമോസ് ആണെങ്കിൽ കുറെ കൂടി പാസ് അങ്ങോട്ട് വരുമായിരുന്നു. ക്രിസ്ത്യാനോയ്ക്ക് കിട്ടാത്ത രീതിയിൽ ഗോൺസാലോ റാമോസിന് കിട്ടും. അത് വലം മാറാനുള്ള സാധ്യതയുണ്ട്. ഇദ്ദേഹത്തിന് പേടിയാണ്, മാർട്ടിനസിന് പേടിയാണ്. മാർട്ടിനസിലേക്ക് വരാം. അദ്ദേഹം 2 നല്ല സുവർണ്ണ തലമുറയെ നശിപ്പിച്ചുകൊണ്ടാണ് പോർച്ചുഗലിൽ നിന്നും പോകുന്നത്. ബെൽജിയത്തെ നശിപ്പിച്ചു, ഇപ്പോൾ പോർച്ചുഗലിൽ നശിപ്പിച്ചു. ഇനി ആരെ നശിപ്പിക്കാനുള്ള റൊട്ടേഷനാണ് അദ്ദേഹം എടുക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം. ലാഫുവിൻ്റെ 2 നല്ല സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി. അത് രണ്ടും ഇപ്പോൾ മൈക്കൽ മെറിൻ ആയിക്കോട്ടെ, ഫെറാൻ ടോറസ് ആയിക്കോട്ടെ. ഫെറാൻ ടോറസ് വന്നപ്പോൾ വലിയ രീതിയിൽ അദ്ദേഹം ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് കളിക്കുന്നത് കണ്ട്. അത് കുറെ കൂടി അപ്പുറത്തെ വിങ്ങിന് വലിയ രീതിയിലൊരു ഷാറ്റർ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഫെറാൻ ടോറസിൻ്റെ അസിസ്റ്റ് ഗംഭീരമായൊരു അസിസ്റ്റ് ആയിരുന്നു. അതിൽ ആ ബോളിലാണ്, ആ ത്രൂ ബോളിലാണ് പോർച്ചുഗൽ ഡിഫൻസ് ആകെ പെട്ടുപോകുന്നത്. ആ രീതിയിലൊരു പന്ത് അവിടെ നിന്ന് പോകുന്നു കരുതിയിട്ടില്ല. മൈക്കൽ മെറിനോ നല്ല ടച്ചിൽ ഫസ്റ്റ് ടൈം അത് ടച്ച് ചെയ്ത് നേരെ ഗോളിലേക്ക് എടുക്കുകയും ചെയ്തു. അത് 2 സൂപ്പർ സബ്ബുകൾ ഉണ്ടാക്കിയ ഒരു ഗോളായിരുന്നു അത്. അപ്പോൾ ലാഫുവൻ്റെയുടെ പരീക്ഷണം അവിടെ വിജയിച്ചു. മറുപുറത്ത് മാർട്ടിനസ് ഒരു തരത്തിലുള്ള റിസ്ക് എടുക്കാതെ കളിച്ചു. അതിനുള്ളത് അദ്ദേഹത്തിന് കിട്ടിയെന്നുള്ളത് തന്നെയാണ്. റിപ്പോർട്ടർ ടിവിയും മൈജിയും ചേർന്നൊരുക്കുന്ന ലോകകപ്പ് പ്രവചന മത്സരം നേടാം. ടയോട്ട ഗ്ലാൻസ് കാർ അടക്കമുള്ള ബമ്പർ സമ്മാനങ്ങൾ. വിസിറ്റ് reporterlive.com. Scan this QR code. MSK രണ്ടാമത്തെ മത്സരം അമേരിക്ക ബെൽജിയം ആയിരുന്നു. അപ്പം തീരുമാനമായിരിക്കുന്നു സ്പെയിൻ്റെ എതിരാളികൾ ആരായിരിക്കും. സ്പെയിൻ ബെൽജിയം പോരാട്ടമാണ് ക്വാർട്ടറിൽ കടക്കാൻ പോകുന്നത്. അമേരിക്ക ബെൽജിയം പോരാട്ടം അതിഗംഭീരമായിട്ടുള്ളൊരു മത്സരം തന്നെയായിരുന്നു. അതായത് തുടക്കത്തിൽ തന്നെ ഏതാണ്ട് ഒരു 10 മിനിറ്റിനകത്ത് തന്നെ ബെൽജിയം മുന്നിലെത്തുന്നു. തൊട്ട് പിന്നാലെ ഒരു 10 മിനിറ്റിന് ശേഷം അമേരിക്ക ഗോളടിക്കുന്നു. 2 മിനിറ്റിനുള്ളിൽ തന്നെ അമേരിക്ക വീണ്ടും കെറ്റിലരെ എന്ന് പറയുന്ന താരം ഡബിളോടുകൂടി ബെൽജിയത്തെ വീണ്ടും മുന്നിലെത്തിക്കുന്നു. അവിടെ തീർന്നെന്ന് കരുതിയാണ്. പക്ഷേ രണ്ടാം പകുതി വീണ്ടും 2 ഗോൾ കൂടി വരുന്നു. ലുക്കാക്കുവിൻ്റെ ഗോൾ. ലുക്കാക്കുവിനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ കാര്യമായ റിസർച്ച് നടത്തിയിട്ടുള്ളത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ലുക്കാക്കു 93-ാം മിനിറ്റിൽ അദ്ദേഹം ഗോൾ അടിക്കുന്നു. അപ്പോൾ ഇനി വരാൻ പോകുന്ന പോരാട്ടം എന്ന് പറയുന്നത് ബെൽജിയം വേഴ്സസ് സ്പെയിനാണ്. മാർട്ടിനസ് നശിപ്പിച്ച ഒരു തലമുറ അവിടെ ഉണ്ട് കഴിഞ്ഞ ബെൽജിയം. പക്ഷേ അവരിപ്പോൾ കളിച്ച് കയറി വരുന്നുമുണ്ട്. ഇതില് പിന്നെ അമേരിക്ക ഈ മത്സരം കളിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, 3 ആതിഥേയരും പുറത്തായി കേട്ടോ. ആതിഥേയർ കാനഡയും പോയി, മെക്സിക്കോയും പോയി, ഇപ്പൊ അമേരിക്കയും പോയി. ഇതിൽ ഈ മത്സരത്തിന് തൊട്ട് മുമ്പുള്ള ഏറ്റവും വലിയ വിവാദം എന്നുള്ളത് ട്രംപ് പറഞ്ഞത് കൊണ്ട് ഈ കളിക്കാരന്റെ പിന്നെ ബലോഗൻ. അതെ, അത് എത്രത്തോളം ഫുട്ബോളിന് എത്രത്തോളം ഭൂഷണമാണെന്ന് ആലോചിച്ച് നോക്ക്. ഒരു രാജ്യത്തിന്റെ തലവൻ വിളിച്ചു പറയാണ്, ഫിഫയുടെ പ്രസിഡന്റ് വിളിച്ചു പറയാണ്, അയാളുടെ ചോപ്പാടൊന്ന് മാറ്റി കൊടുക്കുക. ഇത് എന്താണ് ഇതിന്റെ ഒരു ലോജിക്ക് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓരോ രാഷ്ട്രത്തലവന്മാരും വിളിച്ചിട്ട് ഫിഫയ്ക്കൊരു നിയമമില്ലേ, റെഡ് കാർഡിനൊരു നിയമമില്ലേ? ഫിഫ ഇന്ത്യൻ ഫുട്ബോളിൽ ഇടപെടുന്നത് കംപ്ലീറ്റ് അങ്ങനെയായിരുന്നു. ഇന്ത്യൻ സർക്കാർ ഇവിടുത്തെ ഗവർണിംഗ് ബോഡിയിൽ ഇടപെടുന്നു എന്നുള്ളത് കൊണ്ടായിരുന്നു. ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒരു ഡിസിഷനാണ്. അതായത് ഒരു ഫുട്ബോൾ എന്നുള്ളത് വെറുതെ ഒരു മത്സരം ഇതൊന്നുമല്ലല്ലോ. ഫുട്ബോൾ ഇതുപോലെ പിന്നെ ഇത്രയും രാജ്യങ്ങൾ 48 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു ലോകവേദിയിൽ ഫുട്ബോളിനൊരു റെസ്പെക്റ്റ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ആതിഥേയ രാജ്യമായ അമേരിക്കയിൽ ഒരു കളിക്കാരന് റെഡ് കാർഡ് കൊടുക്കുന്നു. ആ സമയത്ത് അവിടുത്തെ പ്രസിഡന്റ് വിളിച്ചിട്ട് ഫിഫയുടെ പ്രസിഡന്റ് വിളിച്ച് പറയുന്നു, മര്യാദ റെഡ് കാർഡ് ഒന്ന് മാറ്റി കൊടുക്കുക, ചെക്കനെ അടുത്ത മത്സരത്തിൽ കളിപ്പിക്കണം എന്ന് പറയുമ്പോൾ നമ്മള് മറ്റേ ഫിഫ ചട്ടം 26 പ്രകാരം അങ്ങനെയാണ്. അതെ ഈ ഡിക്റ്റേറ്റർ എന്നുള്ള സിനിമയൊക്കെ ഉണ്ട്, മറ്റേ ഭയങ്കര പാരഡി ആയിട്ടുള്ള സിനിമ. അതായത് ഒരു ഏകാധിപതി അദ്ദേഹം പിന്നെ മത്സരം വെക്കുകയാണ്, ഓട്ട മത്സരം വെക്കുകയാണ്. അപ്പൊ എല്ലാവരും കൂടി ഓടുന്ന സമയത്ത് പുള്ളിയുടെ കയ്യിൽ തോക്കുണ്ട്. അപ്പൊ പുള്ളി ബാക്കിയുള്ളവരൊക്കെ വെടിവെച്ചിട്ട് ഇയാള് ഫസ്റ്റ് അതിലേക്ക് എത്തുന്നു എന്നുള്ള ലൈനിലാണ്. അപ്പം കോമഡി അദ്ദേഹം ആർട്ടിക്കിൾ 21 പ്രകാരമാണ്, ഫിഫ ആർട്ടിക്കിൾ 21 പ്രകാരമാണ് അദ്ദേഹത്തിന് റെഡ് കൊടുക്കുന്നത്. അതില് എന്താണ് അതിന്റെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ
നല്ല നടപ്പ് നോക്കിയിട്ട് അത് നമ്മളെ ഈ ജയിലിലൊക്കെ ഉണ്ടല്ലോ, നല്ല നടപ്പ് നോക്കിയിട്ട് ശിക്ഷ കുറയ്ക്കുന്നത്. നന്നായി നടന്നു. വിചിത്രമായ എന്തൊരു വിചിത്രമാണ് ഫുട്ബോളിന്റെ ഒരു മാന്യത. ഇപ്പൊ ഈ ലോകകപ്പിന്റെ ഒരു വില തന്നെ നഷ്ടപ്പെടുത്തുന്ന ഒരു തീരുമാനമാണ്. കാരണം ആതിഥേയ രാജ്യമാണ്, അമേരിക്ക വൻ ശക്തിയാണ്. അതൊക്കെ അതിനനുസരിച്ച് ഫിഫ താളം തുള്ളുന്നു എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട്. ഇപ്പോ മറഡോണ വർഷങ്ങൾക്ക് മുമ്പ്, അദ്ദേഹം മരിച്ചിട്ട് തന്നെ ഒരുപാട് സമയമായി, വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അമേരിക്കയിലെ ആ ലോകകപ്പില് പരസ്യം ഭീമന്മാരായിരിക്കും മത്സരം നിയന്ത്രിക്കുന്ന 4 പകുതികളാക്കിയാൽ പോലും നിങ്ങൾ അത്ഭുതപ്പെടേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കൃത്യമല്ലേ? ഹൈഡ്രേഷൻ ബ്രേക്കിനെ പറ്റി ഒരുപാട് വിവാദങ്ങൾ, ഒരുപാട് ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കളിയുടെ മൊമെന്റം നഷ്ടപ്പെടുത്തുന്നു ആ ലൈനിൽ. പക്ഷെ അതിനേക്കാൾ ഉപരി ഒരു കളിക്കാരന്റെ റെഡ് കാർഡ് മാറ്റും എന്ന് പറയുമ്പോൾ അതിനനുസരിക്കാൻ മാത്രം ഫിഫ ഈ മാതിരി എന്താ പറയാ, ഇത്രയും ലോ ലെവലൊരു സംഘടനയാണോ? ഇത്രയും പിന്നെ അടിമകളായിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ അധികാരവർഗത്തിന് മുന്നിൽ വാലാട്ടുകളായി നിൽക്കുന്ന ഒരു കൂട്ടമാണോ ഫിഫ എന്നുള്ള സംശയം തീർച്ചയായിട്ടും അവിടെ ഉണ്ട്. അപ്പൊ അവിടെ അമേരിക്കയുടെ മത്സരത്തിന് മുമ്പ് അമേരിക്ക ഇപ്പൊ തോറ്റപ്പോൾ നന്നായി എന്ന് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും ഈ ഒരു കളിക്കാരന്റെ റെഡ് കാർഡ് മാറ്റാൻ ആ രാജ്യത്തിന്റെ ഭരണത്തലവൻ തന്നെ വരുന്നു എന്നുള്ള ലൈനിൽ നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അമേരിക്കൻ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഫ്ലോറിൻ ബലോഗൻ എന്ന് പറയുന്നത് വെറും ഒരു താരമല്ല അവരെ സംബന്ധിച്ച്. അദ്ദേഹത്തിന്റെ അരങ്ങേറ്റ ലോകകപ്പായിരുന്നു ഇത്. ചെറിയ പ്രായമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം അമേരിക്കയ്ക്ക് വേണ്ടി കളിക്കാനിടയാക്കിയ സാഹചര്യം വളരെ കൗതുകമുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിന് 3 പൗരത്വമുണ്ട്. അമേരിക്കൻ പൗരത്വമുണ്ട്, UK പൗരത്വമുണ്ട്, പിന്നെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ആഫ്രിക്കൻ വംശജരാണ്, അതുകൊണ്ട് ഖാനയാണെന്ന് തോന്നുന്നു. അത് അവിടുത്തെ പൗരത്വമുണ്ട്, ബൈ ബർത്ത് എന്നുള്ളതുകൊണ്ട്. വളർന്നത് ലണ്ടനിലാണ്, അതുകൊണ്ട് ലണ്ടൻ പൗരത്വമുണ്ട്. ഇംഗ്ലീഷ് പൗരത്വമുണ്ട്. പക്ഷേ അദ്ദേഹം ചൂസ് ചെയ്തത്, അദ്ദേഹം ജനിച്ചത് അമേരിക്കയിലായതുകൊണ്ട് എന്നാണ്. അത് ജനനം തന്നെ വലിയ രസകരമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ പൂർണ്ണ ഗർഭിണിയായിരിക്കുക, അമേരിക്കയിലുള്ള സഹോദരിയെ കാണാൻ ലണ്ടനിൽ നിന്ന് പോവുകയും ആ ഗർഭാവസ്ഥയിൽ പ്രസവം അടുത്തു എന്ന് കണ്ടെത്തിയ വിമാന കമ്പനി അവർക്ക് ടിക്കറ്റ് നിരസിക്കുകയും ചെയ്തുകൊണ്ട് അവളെ പ്രസവം നടന്നുകൊണ്ടാണ് ഫ്ലോറിൻ ബലോഗൻ എന്ന് പറയുന്ന താരം അമേരിക്കൻ പൗരനായി മാറിയത്. പക്ഷേ അദ്ദേഹം തൊട്ടടുത്ത UK മാതാവ് മടങ്ങി അവിടെ വളർന്നു വരികയും ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട്. അതായത് അദ്ദേഹത്തിന് ഇംഗ്ലണ്ടിന് വേണ്ടി യൂത്ത് തലത്തിൽ കളിച്ചിട്ടുള്ള താരമാണ്. അദ്ദേഹത്തിന് ഇംഗ്ലണ്ടിനെ വേണം പ്രതിനിധീകരിക്കാമായിരുന്നു. ഈ ലോകകപ്പിൽ ഇംഗ്ലണ്ടിന് വേണ്ടി ഒരുപക്ഷെ കളിക്കുകയും ചെയ്യാമായിരുന്നു. യൂത്ത് തലത്തിൽ കളിച്ചിട്ടുള്ളതാണ് ഖാനെ. പക്ഷേ അദ്ദേഹം ചൂസ് ചെയ്തത് അമേരിക്കയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ, വിശാലാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു ചൂസ് ചെയ്ത് അമേരിക്കൻ ആരാധകരുടെ ആവശ്യം അനുസരിച്ചാണ് അദ്ദേഹം ഇവിടെ അമേരിക്കൻ പൗരത്വം എടുത്തത്. അതുകൊണ്ട് ട്രംപ് അദ്ദേഹത്തിന് രാജ്യത്തെ പ്രതികരിച്ച മാത്രമല്ല, അദ്ദേഹം 3 ഗോൾ അടിച്ചു കേട്ടോ. ആയിക്കോട്ടെ, ഞാൻ ആ ഒരു കഥ ഒന്ന് രസകരമായ കഥയൊന്ന് പറഞ്ഞെന്ന് മാത്രമാണ്. പക്ഷെ എന്തും ആയിക്കോട്ടെ, പക്ഷെ ഒരു എന്തൊരു ഏകാധിപത്യമാണ് അവിടെ അതിന് പിന്നെ സമ്മതം കൊടുക്കുന്ന ഒരു ഫിഫ എന്നുള്ള ലൈനിൽ നോക്കുമ്പോൾ അതൊരു വളരെ ഒരു പക്ഷേ ഫിഫ പ്രസിഡന്റ് അവിടുന്ന് അമേരിക്കന് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ടായി അല്ല, ഇതിനു മുമ്പ് ഞാൻ ചോദിക്കട്ടെ, ഇറാന്റെ ക്യാപ്റ്റൻ ഇതേപോലെ തന്നെ ഈ മത്സരങ്ങൾ അവർ പുറത്താകുന്ന സമയത്ത് ഇതേപോലെ ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ വൈകാരികമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടുത്തുന്ന ഒരു ലോകകപ്പല്ലേ എന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറയാണ്, എങ്ങനെയാണ് നിരാശപ്പെടുത്തുക? അതായത് ഞങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിച്ചിട്ടില്ല, ഞങ്ങളുടെ കൂടെയുള്ള സ്റ്റാഫിനെ ഇവിടത്തേക്ക് കൊണ്ടുവരാൻ സമ്മതിച്ചിട്ടില്ല. അമേരിക്കയിൽ ഒരു കളി കഴിഞ്ഞപ്പം അടുത്ത അരമണിക്കൂറിനുള്ളിൽ തന്നെ ഈ ബോർഡർ കടന്നിട്ട് നിങ്ങൾ പൊക്കോണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അത്രയും പിന്നെ ക്രൂഷ്യലായിട്ട് അവരത്രയും പിന്നെ ഞെരുക്കിയ അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇറാൻ നമുക്കറിയാം യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷേ ഇറാൻ്റെ കളിക്കാർക്ക് പിന്നെ എന്താ പറയുക, ഈ ടൂർണമെന്റ് ആകെ അത്രയും ദുരിതം സമ്മാനിച്ച ഒരു രീതിയാണ് അമേരിക്കൻ ഗവൺമെന്റും അതുപോലെ തന്നെ അമേരിക്കയിലെ അധികൃതരൊക്കെ നടത്തിയിരിക്കുന്നത്. അതിനുശേഷം ഈ മത്സരത്തിന് തൊട്ട് മുമ്പ് ഞങ്ങളുടെ കളിക്കാരന്റെ റെഡ് കാർഡ് ഒന്ന് മാറ്റുമെന്ന് പറഞ്ഞിട്ട് പിന്നുള്ളത് ബെൽജിയം. തീർച്ചയായിട്ടും ബെൽജിയം വിജയം അർഹിച്ചൊരു ടീം തന്നെയാണ്. ബെൽജിയത്തിന്റെ ഇപ്പം മാർട്ടിനസിനെ കുറിച്ചിട്ട് ജയേഷ് തൊട്ട് മുമ്പ് പറഞ്ഞു, ആ സുവർണ്ണ തലമുറ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ടൂർണമെന്റോട് കൂടി ആ സുവർണ്ണ തലമുറ അസ്തമിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഹസാർഡും അതുപോലെ തന്നെ കെവിൻ ഡിബ്രൂയിനും ലുക്കാക്കും ഒക്കെ ഉള്ള ഒരു തലമുറ 2018 വേൾഡ് കപ്പ് നന്നായിട്ട് പെർഫോം ചെയ്തു. അതിനുശേഷം 2022 ലോകകപ്പിലേക്ക് വന്ന സമയത്ത് ഫസ്റ്റ് തന്നെ പുറത്താവുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ സുവർണ്ണ തലമുറ നഷ്ടപ്പെട്ടു, സുവർണ്ണ തലമുറ ഇല്ലാതായി എന്നൊക്കെ വിചാരിച്ചത്. ആ സമയത്ത് തന്നെ ലുക്കാക്കുവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഞാനൊക്കെ കരുതിയത് ലുക്കാക്കു ആ ടൂർണമെന്റോടെ വിരമിക്കും എന്ന് തന്നെയാണ്. നമ്മൾ അങ്ങനെ വിരമിക്കുമെന്ന് വിചാരിച്ച 4-5 പേരെങ്കിലും ഇപ്പോഴും ഈ ടൂർണമെന്റിൽ കളിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. റൊണാൾഡോയും അതുപോലെ തന്നെ മെസ്സി, പിന്നെ റോഡ്രിഗസ് 2014 ലോകകപ്പിലെ ഗോൾഡൻ ബൂട്ട് നേടിയ താരമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പേർ വിരമിക്കുന്നു. ലുക്കാക്കുവിനെ കുറിച്ച് തീർച്ചയായിട്ടും ആ സമയത്ത് അദ്ദേഹത്തിന്റെ നമ്മൾ ഈ പിന്നെ ആന്ധ്ര റസൽ എന്നുള്ള പ്ലെയർ ഉണ്ട്. ആന്ധ്ര റസൽ ക്രിക്കറ്റിലെ താരമാണ്.
കൊൽക്കത്തക്ക് വേണ്ടി കളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പിന്നെ ശരീരഭാഷയും ചലനങ്ങളൊക്കെ കാണുമ്പോൾ തീരെ വയ്യ എന്ന് തോന്നുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒക്കെ ഉണ്ടാവുക. പക്ഷെ അദ്ദേഹം എല്ലാ പിന്നെ IPL മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ലുക്കാക്കുവിന്റെ കാര്യം. ലുക്കാക്കു ഈ വേൾഡ് കപ്പിൽ അവസാന ഏതാ ലുക്കാക്കു അവസാന നിമിഷങ്ങളിൽ ഇറങ്ങുന്നു. ഈ ലോകകപ്പിലെ ഏറ്റവും മികച്ച സൂപ്പർ സബ് ലുക്കാക്കു ആണ്. കാരണം ലുക്കാക്കു ആണ് ഈജിപ്തിനെതിരെയുള്ള മത്സരം അതൊരു സെൽഫ് ഗോളായി കണക്കാക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ലുക്കാക്കുവിന്റെ പ്രസ്സിംഗ് ആണ് ഗോളിലേക്ക് എത്തിയത്. അതിനുശേഷമുള്ള മത്സരം 86-89 മിനിറ്റുകളിൽ 2 ഗോളുകൾ വീണ് 2 ഗോളുകൾ നേടിക്കൊണ്ട് ബെൽജിയം തിരിച്ചു വന്നതിന് തൊട്ട് മുമ്പത്തെ മത്സരമുണ്ട്. അതിൽ 86-ാമത്തെ മിനിറ്റിലെ ഗോൾ നേടിയത് ലുക്കാക്കു ആണ്. അപ്പൊ ലുക്കാക്കു ഇറങ്ങുന്ന സമയത്ത് മൊത്തത്തിൽ കൊളംബിയൻ ടീം ഒരു പോസിറ്റീവ് എനർജി അവർക്ക് ലഭിക്കുന്നുണ്ട്. ബെൽജിയം ഒരു പോസിറ്റീവ് എനർജി അവർക്ക് ലഭിക്കുന്നുണ്ട്. ലുക്കാക്കു മാത്രമല്ല, ലുക്കാക്കു ഒരു സീനിയർ പ്ലെയർ ആയതുകൊണ്ട് കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ടീമിലെ 2 താരങ്ങൾ തമ്മിൽ അടി കൂടുമ്പോൾ അവർക്കിടയിലേക്ക് വന്ന് സമാധാനപ്പെടുത്തുന്ന ഒരു രീതി അതെ. അപ്പൊ കാരണം ലുക്കാക്കുവിന് ഒരു എക്സ്പീരിയൻസ് അദ്ദേഹം കൃത്യമായിട്ടും ഗ്രൗണ്ടിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ബെൽജിയത്തെ സംബന്ധിച്ചിടത്തോളം ഇവര് 4-1 ജയിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ എല്ലാ പിന്നെ പരിപാടികളെയും മാറ്റി നിർത്തിക്കൊണ്ട് 4-1 വിജയിച്ചു എന്നതിനൊപ്പം തന്നെ അടുത്ത റൗണ്ടിലേക്ക് എത്തുമ്പോൾ അടുത്ത റൗണ്ടിൽ സ്പെയിൻ ആയിരിക്കും. അപ്പൊ ബെൽജിയം സ്പെയിൻ എന്ന് പറയുമ്പോൾ സ്പെയിൻ അങ്ങനെ എളുപ്പമായിരിക്കില്ല. ബെൽജിയം അവരുടെ സുവർണ്ണ തലമുറ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ പോലും ഇപ്പോഴും സുവർണ്ണ തലമുറയിലെ ഹസാർഡ് മാത്രമേ പോയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഡിബ്രൂയിനും അതുപോലെ തന്നെ പുതിയ ലൂക്കാക്കുവിനെ പോലുള്ള താരങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പൊ ബെൽജിയത്തിന് കൃത്യമായിട്ടൊരു അതായത് ഇപ്പൊ USA ആദ്യമായിട്ട് ഒത്ത എതിരാളിയെ കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതമായിട്ട് നമ്മൾ പറയാനുള്ളത്. USA ഇതുവരെ എത്തിയ സ്ട്രോങ് ആയൊരു ഓപ്പണന്റ് അവർക്ക് ഉണ്ടായിരുന്നില്ല. നല്ലൊരു എതിരാളിയെ കിട്ടി. പരാഗ് ഏത് രീതിയിലാണ് കളിക്കുന്നത് നമുക്കറിയാലോ. അന്ന് ഫ്രാൻസിനെതിരെ കളിച്ചതൊരു കംപ്ലീറ്റ് ലോ ബ്ലോക്കിൽ കളിച്ചുകൊണ്ട് മാത്രമാണ് ഫ്രാൻസിനെ പിടിച്ചെടുത്താൻ കഴിഞ്ഞത്. അതിനപ്പുറത്തേക്ക് വീഴ്ത്താവുന്ന ടീമുകൾ തന്നെയല്ലേ ഉള്ളൂ. ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഓപ്പണന്റ് വന്നപ്പോൾ നല്ല രീതിയിൽ പണി കിട്ടി. ലുക്കാക്കുവിനോട് പറഞ്ഞുകൊണ്ട് തന്നെ ലുക്കാക്കു ഈ ലോകകപ്പിൽ 4ാമത്തെ ഗോളായി. 4 കളിയിലും അദ്ദേഹം പകരക്കാനായിരുന്നുള്ളത്. സൂപ്പർ സബ്ബായി വന്നിട്ട് 4 ഗോളുകൾ നേടുന്ന താരം എന്നുള്ള ഒരു വലിയ നേട്ടം. മറ്റേ എഡിഷനിൽ 4 ഗോളുകൾ നേടുക എന്നൊരു വലിയ നേട്ടത്തിലേക്ക് ലുക്കാക്കു എത്തുന്നുണ്ട്. പുള്ളി കുറെ കൂടി ഡിസേർവ് ചെയ്യുന്നുണ്ട്. കാരണം ആ രീതിയിലാണ് അദ്ദേഹം ട്രോൾ ചെയ്യപ്പെട്ടത് പല ഇതിലും. കുറച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ പിഴവുകളായിരുന്നു. എന്നാൽ പോലും അദ്ദേഹം കുറച്ചും കൂടി നല്ല സ്റ്റാറ്റോടു കൂടി പോട്ടെ എന്നുള്ളത് തന്നെയാണ്.